നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന പാഠഭാഗമാണ് പദാർത്ഥ സ്വഭാവം, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. നമുക്ക് ചുറ്റും വൈവിധ്യമാർന്ന വസ്തുക്കളുണ്ടല്ലേ? ഇവയെല്ലാം ഒരേ പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണോ? അല്ല, വൈവിധ്യമാർന്ന പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. കുറച്ച് വസ്തുക്കളുടെ ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇവയെല്ലാം തന്നെ നോക്കിയാൽ നമുക്കറിയാം, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമല്ലേ? ഇവയ്ക്കെല്ലാം മാസ് ഇല്ലേ? ഉണ്ട് അല്ലേ? അപ്പോൾ എന്താണ് പദാർത്ഥം അല്ലെങ്കിൽ മാറ്റർ? മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയാം. ഇറ്റ് ക്യാൻ ബി ഫെൽറ്റ് ബൈ വൺ ഓർ മോർ ഓഫ് അവർ സെൻസസ്. നമ്മുടെ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്ത് നമുക്ക് അവ എന്ത് ചെയ്യാൻ പറ്റും? ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതാണ് പദാർത്ഥം എന്ന് പറയുന്നത്. What is matter? Matter is anything that occupies space and has mass. States of matter. നമുക്കറിയാം, സ്റ്റേറ്റ്സ് ഓഫ് ഫിസിക്കൽ സ്റ്റേറ്റ്സ്. ഒരു മാറ്ററിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്സ് എത്ര തരമായിരിക്കും? 3 തരമാണ് പ്രധാനമായിട്ടുള്ളത് അല്ലേ? 3 ഫിസിക്കൽ സ്റ്റേറ്റ്സ് ആണ് പ്രധാനമായിട്ടുമുള്ളത്. പദാർത്ഥങ്ങൾക്ക് 3 ഭൗതികാവസ്ഥകളാണ് പ്രധാനമായിട്ടുമുള്ളത്. അവ ഏതൊക്കെയാണ് നോക്കാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഖരം, ദ്രാവകം, വാതകം. 3 ഭൗതികാവസ്ഥകളിലുമുള്ള വസ്തുക്കളുടെ ചിത്രങ്ങളാണ് ഇവയിൽ കാണുന്നത്. സോളിഡ്സിന് ഉദാഹരണങ്ങളുണ്ട്, ലിക്വിഡ്സിന് ഉദാഹരണങ്ങളുണ്ട്, ഗ്യാസസിന് ഉദാഹരണങ്ങളുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഇപ്പോൾ നമ്മൾ 3 ഭൗതികാവസ്ഥകൾ പറഞ്ഞല്ലേ? ഈ 3 ഭൗതികാവസ്ഥകളിലും ഉള്ള പദാർത്ഥങ്ങളുടെ കണികകൾ ക്രമീകരണം നോക്കിയാലോ? പദാർത്ഥങ്ങളുടെ കണികകളുടെ ക്രമീകരണമാണ് അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 3ലും കണികകളുടെ ക്രമീകരണം ഒരുപോലെ ആയിരിക്കുമോ? നമുക്ക് നോക്കിയാലോ. സോളിഡ് ഖരപദാർത്ഥത്തിൽ പാർട്ടിക്കിളിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, പദാർത്ഥങ്ങളിലെ കണികകളെല്ലാം തന്നെ എങ്ങനെയാണ്? വളരെ അടുത്തടുത്താണല്ലേ? ഒരു സൂചി കുത്താൻ വരെ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ അവിടെ? ഇല്ല, അത്രയ്ക്കും വളരെ അടുത്താണ് കണികകളുടെ ക്രമീകരണം. അപ്പോൾ അവ തമ്മിലുള്ള ആകർഷണം എങ്ങനെയായിരിക്കും? ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഫോഴ്സ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും? വളരെ സ്ട്രോങ് ആയിരിക്കും അല്ലേ? എന്നാൽ ചലനശേഷി ഉണ്ടാവുമോ? ഇല്ല. അവയ്ക്ക് വൈബ്രേറ്റ് ചെയ്യാം, അതായത് പാർട്ടിക്കിൾസ് ക്യാൻ വൈബ്രേറ്റ് ബട്ട് ഡു നോട്ട് മൂവ് ഫ്രം ദർ പൊസിഷൻ. അവ നിൽക്കുന്ന അടുത്ത് നിന്ന് അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാറാനായിട്ട് സാധിക്കില്ല. അവയുടെ ഷേപ്പ് എങ്ങനെയായിരിക്കും? അവയുടെ ആകൃതി എങ്ങനെയായിരിക്കും? ഒരു ഫിക്സഡ് ആണല്ലേ? അവയ്ക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. അവയെ നമുക്ക് കംപ്രസ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല, കംപ്രസ് ചെയ്യാൻ സാധിക്കില്ല. അവയുടെ എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും? ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതി, വളരെ ചെറിയ രീതിയിൽ മാത്രമേ എക്സ്പാൻഷൻ സംഭവിക്കുകയുള്ളൂ. അതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്, എക്സ്പാൻസ് സ്ലൈറ്റ്ലി. അടുത്ത് ലിക്വിഡ് നോക്കിയാലോ. ദ്രാവക പദാർത്ഥങ്ങളിൽ എങ്ങനെയായിരിക്കും? നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, കണികകളുടെ ക്രമീകരണം എങ്ങനെയാണ്? സോളിഡ് സ്റ്റേറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്രയ്ക്കും നല്ല അടുത്തല്ല ഇരിക്കുന്ന, ചെറിയ രീതിയിലുള്ള ഒരു അകലം അവിടെ ഉണ്ട്. അപ്പോൾ അവയുടെ ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണം എങ്ങനെയാണ്? സോളിഡ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വീക്കറാണ്, വീക്കർ ദാൻ സോളിഡ്സ്. ചലനശേഷി എങ്ങനെയായിരിക്കും? മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ക്യാൻ ഏബിൾ ടു മൂവ് അറൗണ്ട്. അവയ്ക്ക് ചുറ്റുമിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും? അവയ്ക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അവയുടെ ഷേപ്പ് അല്ലെങ്കിൽ ആകൃതി എങ്ങനെയായിരിക്കും? ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല. പകരം നമ്മളിപ്പോൾ ജലം എന്താണ്? ദ്രാവക പദാർത്ഥമാണല്ലേ, ലിക്വിഡ് സ്റ്റേറ്റ് ആണല്ലേ. നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നറിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് എന്തിൻ്റെ ഷേപ്പ് ആയിരിക്കും? ആ കണ്ടെയ്നറിൻ്റെ തന്നെ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ നോ ഫിക്സഡ് ഷേപ്പ് ബട്ട് ടേക്സ് ദ ഷേപ്പ് ഓഫ് കണ്ടെയ്നർ. അടുത്തിട്ട് നമുക്ക് കംപ്രസ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല, കംപ്രസ് ചെയ്യാൻ സാധിക്കില്ല, നെഗ്ലിജിബിൾ ആണ്. എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും? സോളിഡ്സിനെയും കാട്ടി എക്സ്പാൻഡ് ചെയ്യും, പക്ഷേ ഗ്യാസിനെയും കാട്ടി എക്സ്പാൻഷൻ കുറവായിരിക്കും. ഇറ്റ് എക്സ്പാൻഡ്സ് മോർ ദാൻ സോളിഡ്സ് ബട്ട് ലെസ് ദാൻ ഗ്യാസസ്. ഇനി ഗ്യാസിലോ നോക്കൂ, ചിത്രം നോക്കൂ. അപ്പോൾ കണികകൾ എങ്ങനെയാണ്? വളരെ അകലത്താണല്ലേ? അവയ്ക്ക് ഓടാനും ചാടാനുമുള്ള സ്ഥലം അവയ്ക്കുണ്ട്, ചലനശേഷിയുണ്ട്.
എന്നാൽ അവയുടെ ആകർഷണം ഫോഴ്സസ് എങ്ങനെയായിരിക്കും? വളരെ കുറവാണ്. മോഷൻ ഓഫ് പാർട്ടിക്കിൾസോ? പാർട്ടിക്കിൾസ് മൂവ് അബൌട്ട് വെരി ഫാസ്റ്റ് ഇൻ ഓൾ ഡയറക്ഷൻസ്. എങ്ങോട്ട് വേണമെങ്കിലും അവയ്ക്ക് ചലിക്കാൻ സാധിക്കുന്നു. അവയുടെ ആകൃതി അല്ലെങ്കിൽ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഒരു നിശ്ചിതമായിട്ടുള്ള ആകൃതി അവയ്ക്കില്ല. നമ്മൾ ലിക്വിഡിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരു കണ്ടെയ്നർ എടുക്കുവാണെങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് ആയിരിക്കും അവയ്ക്ക് വരുന്നത്. കംപ്രസ് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും. എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും ഹീറ്റ് ചെയ്യുമ്പോൾ? സോളിഡ്സിനെ കാട്ടി എക്സ്പാൻഷൻ, സോളിഡ്സിനും ലിക്വിഡ്സിനെയും കാട്ടി എക്സ്പാൻഷൻ കൂടുതലുള്ളവയാണ് ആര്? ഗ്യാസ് അഥവാ വാതകം. അപ്പോൾ ഇതിലെല്ലാം 3 ഭൗതികാവസ്ഥകളിലുമുള്ള കണികകളുടെ ക്രമീകരണമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അടുത്ത നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സോളിഡ് അല്ലെങ്കിൽ ഖരം എന്താണ്? എ സോളിഡ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മാറ്റർ വിത്ത് ഫിക്സഡ് ഷേപ്പ് ആൻഡ് വോളിയം. അത് നമ്മുടെ പദാർത്ഥങ്ങളുടെ ഒരു ഭൗതികാവസ്ഥയാണ്. അവയ്ക്ക് നിശ്ചിതമായ ആകൃതിയും നിശ്ചിതമായ വ്യാപ്തവുമുണ്ട്. പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ് സോ ദേ ക്യാൻ വൈബ്രേറ്റ് ബട്ട് നോട്ട് ഫ്ലോ. അവയുടെ കണികകൾ എങ്ങനെയാണ്? വളരെ അടുത്താണല്ലേ. അപ്പോൾ അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവയ്ക്ക് ഒഴുകാൻ സാധിക്കില്ല, മൂവ് ചെയ്യാൻ സാധിക്കില്ല. സോളിഡ്സ് ആർ റിജിഡ്, ദേ കനോട്ട് ബി കംപ്രസ്ഡ് ഈസിലി. ചിത്രങ്ങൾ തന്നിരിക്കുന്ന എല്ലാം തന്നെ ഖരപദാർത്ഥം അഥവാ സോളിഡ്സിന് ഉദാഹരണമാണ്. ക്വാർട്ടർ കോയിൻ, കമ്പ്യൂട്ടർ, ഹോട്ട് ഡോഗ്, ബോൺ, ബ്രഷ്, കാൻഡി കോൺ, സ്റ്റോൺ, സ്പിൻ ഇവയെല്ലാം തന്നെ എന്തിന് ഉദാഹരണമാണ്? സോളിഡ്സിന് ഉദാഹരണമാണ്. അടുത്ത ലിക്വിഡ് നോക്കിയേ. എ ലിക്വിഡ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മാറ്റർ വിത്ത് എ ഡെഫിനിറ്റ് വോളിയം ബട്ട് നോ ഫിക്സഡ് ഷേപ്പ്. ഇപ്പോൾ ലിക്വിഡ് എന്ന് പറയുന്നത് ഭൗതികാവസ്ഥയാണ്. പക്ഷെ അവയ്ക്ക് എന്തുണ്ട്? നിശ്ചിതമായിട്ടുള്ള വ്യാപ്തമുണ്ട്. പക്ഷെ എന്തില്ല? ഒരു സ്ഥിരമായിട്ടുള്ള ആകൃതിയില്ല. അവയെല്ലാം ലിക്വിഡ്സ് ആർ റിലേറ്റീവ്ലി ഇൻകംപ്രസിബിൾ, ലിക്വിഡ്സ് ആർ ഫ്ലൂയിഡ്സ്. എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ലേക്ക്, റെയിന്, ഗ്യാസ്ലൈൻ, ബ്ലഡ്, സാലഡ് ഡ്രസ്സിംഗ്, മിൽക്ക്, സ്വിമ്മിംഗ് പൂൾ എക്സെട്ര. ഇവയെല്ലാം തന്നെ ലിക്വിഡ് സ്റ്റേറ്റ്സിന് ഉദാഹരണങ്ങളാണ്, എക്സാമ്പിൾസ് ആണ്. അടുത്താണ് ഗ്യാസ്. എ ഗ്യാസ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മാറ്റർ വിത്ത് നോ ഫിക്സഡ് വോളിയം ഓർ ഷേപ്പ്. ഗ്യാസ് എന്താണ്? പദാർത്ഥങ്ങളുടെ ഒരു ഭൗതികാവസ്ഥയാണ്. അവയ്ക്ക് നിശ്ചിതമായിട്ടുള്ള വ്യാപ്തവുമില്ല, സ്ഥിരമായിട്ടുള്ള ആകൃതിയും ഇല്ല. ഗ്യാസസ് ക്യാൻ ബി ഹൈലി കംപ്രസിബിൾ. കംപ്രസ്ഡ് ആകാൻ സാധിക്കുന്ന ഹൈലി കംപ്രസ്ഡ് ആണ് ആര്? ഗ്യാസ്. ഇനി ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള എക്സാമ്പിൾസ് ആണ് പെർഫ്യൂംസ്. പെർഫ്യൂംസ് എല്ലാവരും ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണല്ലേ. വാട്ടർ വേപ്പർ, ഹോട്ട് ഹെയർ ബലൂൺ, സ്റ്റീം ഇവയെല്ലാം തന്നെ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള വസ്തുക്കൾക്ക് ഉദാഹരണമാണ്. ഇന്ന് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ചിരിക്കുകയാണ്. സോളിഡ്സിൽ എങ്ങനെയാണ്? ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് മാസ് ഉണ്ട്. പാർട്ടിക്കിൾസ് എല്ലാം വളരെ ക്ലോസ്ലി അറേഞ്ച്ഡ് ആണ്. അപ്പോൾ ക്ലോസ് പാർട്ടിക്കിൾസ് ആണ്. കൈനറ്റിക് എനർജി വളരെ കുറവാണ്. നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾസ് വളരെ അടുത്തടുത്തിരിക്കുമ്പോൾ അവയ്ക്ക് മൂവ് ചെയ്യാൻ സാധിക്കുമോ? അവയുടെ ഊർജ്ജം എങ്ങനെയായിരിക്കും? വളരെ കുറവായിരിക്കും. ലിക്വിഡ് ആണെങ്കിലോ ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല അവയ്ക്ക്. പക്ഷെ എന്തുണ്ട്? ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് മാസ് ഉണ്ട്. പാർട്ടിക്കിൾസും ക്ലോസ്ഡ് ആണ്. കൈനറ്റിക് എനർജി കൂടുതലുണ്ട്. ക്ലോസ് പാർട്ടിക്കിൾസ് നൽകിയിരിക്കുന്നത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ട്? ഊർജം അവയ്ക്കുണ്ട്. അങ്ങനെയാണ് കൈനറ്റിക് എനർജി അവിടെ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ക്ലോസ് പാർട്ടിക്കിൾസ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ ഗ്യാസ് പാർട്ടിക്കിൾസിനെ സംബന്ധിച്ചിടത്തോളം ലിക്വിഡ് എന്താണ്? അടുത്തടുത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ക്ലോസ് പാർട്ടിക്കിൾസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഗ്യാസസിലോ ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല, ഡെഫിനിറ്റ് വോളിയം ഇല്ല, ഡെഫിനിറ്റ് മാസ് ഉണ്ട്. പാർട്ടിക്കിൾസ് എന്താണ്? വളരെ ദൂരത്ത്. പാർട്ടിക്കിൾസ് ഫാർ അപ്പാർട്ടാണ്. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി എന്താണ്? വളരെ കൂടുതലാണ്. ഇനി ഒരു ഭൗതികാവസ്ഥയിലുള്ള ഒരു വസ്തു മറ്റൊരു ഭൗതികാവസ്ഥയിലേക്ക് മാറാൻ സാധിക്കുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന ഒന്നല്ലേ ഐസ്. ഐസിനെ നമ്മൾ ചൂടാക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക? അവ ജലമായി മാറുമല്ലേ. നമ്മൾ വീണ്ടും ചൂടാക്കിയാലോ നീരാവിയാകും അല്ലേ. അപ്പോൾ അവസ്ഥാ പരിവർത്തനം സംഭവിക്കില്ലേ? സംഭവിക്കും. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ അവസ്ഥാ പരിവർത്തനം. നോക്കാം. when ice is heated it changes into water, and when water is further heated it boils and changes into steam. ഐസിനെ നമ്മൾ ചൂടാക്കിയാൽ വാട്ടറായി മാറും. വാട്ടറിനെ വീണ്ടും ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? അത് നീരാവിയായിട്ട് മാറും, സ്റ്റീമായിട്ട് മാറും. ആ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യം നടക്കുമ്പോഴും അതെല്ലാം ഓരോ പ്രോസസ്സാണ് അല്ലേ.
പ്രക്രിയകളാണല്ലേ. അവയ്ക്കെല്ലാം ഓരോ പേരുണ്ട്. നമുക്ക് അവയെ പറ്റിയും കൂടി നോക്കാം. ആ പ്രോസസ്സ് പ്രക്രിയ നടക്കുമ്പോൾ തന്നെ താപം റിലീസാകാറുണ്ട്, ആഡ് ആവാറുണ്ട്. അതും കൂടി നമുക്ക് നോക്കാം. ഗ്യാസ് ലിക്വിഡ് ആകുന്ന സമയത്ത് ആ പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് കണ്ടൻസേഷൻ. ആ സമയത്ത് ഹീറ്റ് എന്താണ്? റിലീസിംഗ് ആണ് നടക്കുന്നത്. ഗ്യാസ് സോൾഡ് ആവുന്ന സമയത്ത് ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിപ്പോസിഷൻ. ആ സമയത്ത് ഹീറ്റ് എന്താകുന്നുണ്ട്? റിലീസ് ആകുന്നുണ്ട്. ലിക്വിഡ് ഗ്യാസ് ആകുന്ന സമയത്ത് പ്രോസസ്സിനെ പറയുന്ന പേര് ഇവാപ്പറേഷൻ. ആ സമയത്ത് ഹീറ്റ് ആഡ് ആണ്. സോളിഡ് ലിക്വിഡ് ആവുന്ന സമയത്ത് ആ പ്രോസസ്സിനെ പറയുന്ന പേര് മെൽറ്റിംഗ് ആണ്. അപ്പോഴും ഹീറ്റ് ആഡ് ആണ്. ലിക്വിഡ് സോൾഡ് ആവുന്ന സമയത്തോ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സോൾഡിഫിക്കേഷൻ. ആ സമയത്ത് ഹീറ്റ് റിലീസാണ്. സോളിഡ് ഗ്യാസ് ആവുമോ? ആകും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. ആ സമയത്ത് താപം അല്ലെങ്കിൽ ഹീറ്റ് ആഡ് ആണ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ അവസ്ഥാ പരിവർത്തനം ഭൗതികാവസ്ഥകളിൽ നടക്കുമെന്നും അവയ്ക്ക് ഉദാഹരണം പറയുന്നുണ്ട്. അവ ഓരോ പ്രക്രിയകളുടെയും പേരും ആ സമയത്ത് താപം റിലീസിംഗ് ആണോ ആഡിങ് ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ ചേഞ്ച് നടക്കുമല്ലോ, അവസ്ഥാ പരിവർത്തനം നടക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവയുടെ കണികകൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ കണികകളുടെ ക്രമീകരണത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കിയാലോ. ചേഞ്ചസ് ഡ്യൂറിങ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. ചിത്രം നോക്കൂ. നമ്മൾ നേരത്തെ കണ്ട ചിത്രം തന്നെയാണ്. അത് നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്. സോളിഡ് ലിക്വിഡ് ആവുന്ന സമയത്ത് നമ്മുടെ ഐസ് ജലമാകൂലേ? ആ സമയത്ത് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? നോക്കാം. മൂവ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് എന്തായിരിക്കും സംഭവിക്കുക? ഇൻക്രീസസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ്. അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഡിക്രീസ്. എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? നോക്കാം. സോളിഡ് ലിക്വിഡ് ആവുന്ന സമയത്ത് കണികകൾ എന്ത് ചെയ്യും? അകലം എന്ത് ചെയ്യും? കൂടും ഇല്ലേ? അപ്പോൾ അവിടെ ചലനം എന്ത് ചെയ്യും? കൂടും. അതേസമയം ആകർഷണം എന്താണ്? കുറയും. ഊർജം കൂടും. വെൻ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ് ആണെങ്കിലോ മൂവ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ്. അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഡിക്രീസ്. എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ്. വെൻ ഗ്യാസ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ് തിരിച്ചാണ്. ഗ്യാസ് ലിക്വിഡ് ആവുന്ന സമയത്തോ നമുക്കറിയാം മൂവ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഡിക്രീസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഡിക്രീസ്. Attraction between the particles increase. Energy of the particles decrease. When salt changes into gas, ഇനി സോൾട്ട് ഗ്യാസ് ആകുമ്പോഴോ മൂവ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഡിക്രീസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഡിക്രീസ്. അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ്. എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ഡിക്രീസ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതെല്ലാം എന്താണ്? അവസ്ഥാ പരിവർത്തനം അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ സംഭവിക്കുന്ന സമയത്ത് അവയുടെ കണികകളുടെ ക്രമീകരണത്തിന് മാറ്റം സംഭവിക്കും. അത് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണത്തിലൂടെ നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണപ്പെടുന്ന ഒന്നാണ് എന്ത്? സോളിഡ്, അതായത് ഐസ്, ജലം അല്ലേ ലിക്വിഡായി മാറുന്നത്. അത് പിന്നെ ഗ്യാസ് നമ്മളെ നീരാവിയായി മാറുമ്പോൾ ബാഷ്പീകരണത്തിലൂടെ നീരാവി, അതായത് ഇവാപ്പറേഷനിലൂടെ നീരാവിയാവും ഗ്യാസ് ആവുമ്പോൾ ഉള്ളത്. ഇവയിലെല്ലാം എന്തുണ്ട്? കണികകളുടെ ക്രമീകരണത്തിന് വ്യത്യാസം സംഭവിക്കും. അവയുടെ ചലനത്തിനും അവയുടെ ഊർജത്തിനും അവയുടെ ആകർഷണത്തിനും അവയുടെ അകലത്തിനും വ്യത്യാസം സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് പഠിച്ചത് നമുക്ക് ചുറ്റും കാണപ്പെടുന്ന വൈവിധ്യമാർന്ന വസ്തുക്കളിലെ വൈവിധ്യമാർന്ന പദാർത്ഥങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ 3 ഫിസിക്കൽ സ്റ്റേറ്റ്സ് ആണ് പ്രധാനമായിട്ടും പറയുന്നത്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അവ ഓരോന്നിൻ്റെയും സവിശേഷതകൾ, പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിച്ചു. ആ സമയത്ത് പാർട്ടിക്കിൾസിനുണ്ടാവുന്ന മാറ്റത്തെ പറ്റി പഠിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് അവസ്ഥാ പരിവർത്തനത്തിന് മറ്റേതെങ്കിലുമൊക്കെ ഉദാഹരണങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നന്ദി.